എനിക്കൊരു ചെറിയ കാര്യം കിട്ടിയാലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ സിനിമാസ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഞാനൊരു നല്ലൊരു ഭയങ്കര അടിപൊളി അഭിനേത്രി ഒന്നുമല്ല. ഞാൻ വളരെ അടിപൊളിയായിട്ടൊന്നും അല്ലായിരിക്കും ചെയ്തേക്കുന്നത് പാസ്റ്റിൽ. പക്ഷേ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിപ്പം എല്ലാ പെൺകുട്ടികളും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ എക്കണോമിയുടെ കാര്യത്തിലും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഐ ഫീൽ വെരി ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ് റൈറ്റ് നൗ. ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞങ്ങളെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾ പറ്റിക്കുമായിരുന്നു. അവസാനം എനിക്ക് വിഷമായി, ഇത്ര മണ്ടിയാണോ ഞങ്ങളെന്ന് ആലോചിച്ചു. Hello and welcome everybody to the show. Namita പ്രമോദിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. സോ നമിത, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ പലർക്കും പലതരത്തിലുള്ള ബിസിനസ്സസ് ഉണ്ട് ആൻഡ് ദേ ആർ ഡൂയിങ് ഓൾ കൈൻഡ്സ് ഓഫ്, പക്ഷെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല. ആ ബിസിനസ് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആക്ടിങ് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻ യുവർ കേസ് യു ഹാവ് അനൗൺസ്ഡ് യുവർ ബിസിനസ്സസ്. രണ്ട് ബിസിനസ്സാണ്. യു ആർ എ പാർട്ട്ണർ ഇൻ 2 big പ്രോജക്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം അഡ്വാൻറ്റേജസ് എന്താണ്. ലൈക്ക് യു ഹാവ് ദാറ്റ് വിസിബിലിറ്റി, പെട്ടെന്ന് ആൾക്കാരെ അറിയുന്നു. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? വെൻ യു ആർ ആൻ ആക്ടർ, ഒരു പബ്ലിക് ഫിഗർ ഒരു ബിസിനസ് എൻ്റർപ്രൈസിലേക്ക് പോകുമ്പോൾ ഇസ് ദർ എനി ഡിസഡ്വാൻറ്റേജ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? ഡിസഡ്വാൻറ്റേജസ് ചിലപ്പോൾ ചില സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി പ്രസൻ്റ് ആവേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഞാനിപ്പോൾ സൗബിക്കയുടെ ഒരു ഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ ഹാഡ് എ മേജർ ഫോട്ടോഷൂട്ട് ഫോർ പെപ്രിക്ക. അപ്പോൾ മോഡൽസ് എല്ലാവരും റെഡിയാണ്, കംപ്ലീറ്റ്ലി എല്ലാവരും പാക്ഡ് ആയിട്ട് റെഡി ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു. ആൻഡ് വി ഷോട്ട് അറ്റ് കോഴിക്കോടായിരുന്നു ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഞാൻ കൊച്ചിയിലായിരുന്നു ഷൂട്ട് സൗബിക്കയുടെ ഫിലിമിൻ്റെ. അന്ന് എനിക്ക് ഫ്രീ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഫ്രീ ആണ്, എന്തായാലും കോഴിക്കോട് പോകാം. എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാവർക്കും അഡ്വാൻസും ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസമായപ്പോൾ പറഞ്ഞു ഡൗട്ടാണ് നാളെ പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇത്രയും കാശ് കൊടുത്ത് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചേക്കാൻ പോകാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഡള്ളായി. എനിക്ക് ഭയങ്കര വിഷമായി കഴിഞ്ഞാൽ അതെൻ്റെ മുഖത്ത് അപ്പം മനസ്സിലാവും. പിന്നെ എൻ്റെ മുഖമൊക്കെ മാറും. എനിക്ക് എന്ത് ഇമോഷൻ ഉണ്ടെങ്കിലും എൻ്റെ ഫേസിൽ അപ്പം ഭയങ്കരമായിട്ട് കാണും. അപ്പം എൻ്റെ മുഖമൊക്കെ മാറി ഞാൻ ഷോർട്ടിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഡയറക്ടറിന് മനസ്സിലായി, ഭവൻ ചേട്ടന് മനസ്സിലായി പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ പുള്ളി മാക്സിമം ട്രൈ ചെയ്തു. അവസാനം എന്നെ വിട്ടു. പക്ഷെ ചെയ്തു. അവർക്ക് മനസ്സിലായി ആ സിറ്റുവേഷൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആവേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഈ പബ്ലിസിറ്റിയും വിസിബിലിറ്റി അല്ലാതെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഫോർ ബീയിങ് എ ബിസിനസ് പേഴ്സൺ ഹു ഈസ് ഓൾസോ ഇൻ ദ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ബ്രാൻഡ് ഡെവലപ്മെന്റിന് ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ചേച്ചി ഞാൻ അങ്ങനെ ഭയങ്കര ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രോവേർട്ട് ആയിരുന്നു, പിന്നെ എക്സ്ട്രോവേർട്ട് ആയത് എങ്ങനെയാന്നൊക്കെ. ഇതൊക്കെ കൊണ്ടാണ്. കാരണം സിനിമ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ അവിടെയുള്ളവരെ കാണുന്നു. എപ്പോഴും ആക്ടേഴ്സിനൊരു സോഫിസ്റ്റിക്കേറ്റഡ് ഒരു അറ്റ്മോസ്ഫിയർ സിനിമയിൽ എപ്പോഴും ഉണ്ടാക്കും. ടെക്നീഷ്യൻസിനെ പോലെയല്ല. ടെക്നീഷ്യൻസ് വെയിലത്ത് വർക്ക് ചെയ്യും, അവർ നല്ല കഷ്ടപ്പാടാണ്. ആക്ടേഴ്സിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ സ്പേസ് ആണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്പേസിൽ വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്പെസിഫിക്കലി പെപ്രിക്ക ടീഷർട്ട് ബ്രാൻഡ് സമ്മർ ടൗണിൽ അത്രയും പ്രശ്നം വന്നില്ല. കാരണം കൂടെ എൻ്റെ പാർട്ട്നേഴ്സായിട്ട് അച്ഛനുണ്ട്, അച്ഛൻ്റെ കസിൻ ഉണ്ട്, സന്തോഷ് അങ്കിൾ. ഹീസ് എ ഷെഫ് ഇൻ ദി US. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്നെക്കാട്ടി നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളാണ്. അവർക്ക് അത്യാവശ്യം നല്ല ലോകവിവരമുള്ള ആളുകളാണ്. ഞാൻ ഈ ഒരു സ്പേസിൽ നിന്ന് പെപ്രിക്കയിലേക്ക് വന്നപ്പോൾ ഐ സ്റ്റാർട്ട് ട്രാവൽ ചെയ്തു. ഈ തുണി എടുക്കാനും അതും ഇതൊക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ടാണ്. ഗുജറാത്ത്, തിരുപ്പൂർ, സൂറത്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി എൻ്റെ ഈ പാർട്ട്ണറുമായിട്ട്. ഞങ്ങളെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾ പറ്റിക്കുമായിരുന്നു. അവസാനം എനിക്ക് വിഷമായി, ഇത്ര മണ്ടിയാണോ ഞങ്ങളെന്ന് ആലോചിച്ചു. കാരണം അത്ര നന്നായിട്ട് പറ്റിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പല ടൈപ്പ് ഓഫ് ആളുകളെ കണ്ടു തുടങ്ങി.
ആ ഒരു ലക്ഷറി മാത്രമല്ലാതെ ഭയങ്കര റൂട്ടഡ് ആയിട്ട് തുടങ്ങി. റൂട്ടഡ് ആയി. ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങി, ആളുകളെ കാണാൻ തുടങ്ങി, പറ്റിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ നല്ല വൃത്തി സംസാരിക്കാനും പഠിച്ചു. അതൊരു കൈൻഡ് ഓഫ് ഒരു 2-3 വർഷത്തെ ചേഞ്ച് ആണല്ലോ ഈ ബിസിനസ് തുടങ്ങിയ പിന്നെ ഉള്ള ഒരു ചേഞ്ച് ആണല്ലോ. നമ്മൾ ഇതിനു മുമ്പ് ഹാപ്പിനെസ് പ്രോജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഞാനിങ്ങനെ നോട്ട് ചെയ്തിരുന്നു. ആസ് എ പാർട്ട് ഓഫ് ദ റിസർച്ച് ഐ വെന്റ് ബാക്ക് ടു ദ ഷോ. ആൻഡ് അതിലൊരു കാര്യം പറയുന്നത്, എനിക്ക് പുറത്ത് ഇപ്പൊ US പോയാലും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, ഞാൻ പുറത്ത് പോകാറില്ല. എനിക്ക് വീട്ടിലിരുന്നൊരു ബുക്ക് ഉണ്ടെങ്കിലും എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിൽ ഐ ആം വെരി ബിസി, ഐ എം വെരി ഹാപ്പി, എനിക്ക് ആൾക്കാരെ കാണണമെന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആളുകളെ കാണാതെ എനിക്കൊരു ദിവസം ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ നേരെ തിരിച്ചായ കാര്യങ്ങള്. നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ ചേഞ്ച് ആയത്. എന്തൊക്കെയാണ് ചേഞ്ച് ആയത് ഇൻ ദ പാസ്റ്റ് 4-5 ഇയേഴ്സ് ഇതല്ലാതെ? ആളുകളെ മീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ എന്റെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഞാൻ കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആയി. ഞാൻ ഗ്രേറ്റ്ഫുൾ ആയി തുടങ്ങി. ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ US പോയിരുന്നു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര, എനിക്ക് US ഒക്കെ എല്ലാം സാധാരണ, ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ട്രാവൽ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോർമൽ ഒരു ഇൻഡിവിജ്വലിന് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരു സാധാരണ ഒരാൾക്ക് വലിയ കാര്യമാണ്. US പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കാര്യമായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഇൻട്രോവേർട്ട് നേച്ചർ കാരണം ഞാൻ അവിടെ പോയ സമയത്ത് ഡിസ്നി ലാൻഡിൽ പോയില്ല. അവിടുത്തെ എല്ലാവരും കാണാൻ പോകുമ്പോൾ ഞാൻ ഇതൊന്നും പോവാതെ റൂമിൽ തന്നെ ഇരിക്കും. എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ റൂമിൽ തന്നെ ഇരിക്കുക, ഉറങ്ങുക, അങ്ങനത്തെ പരിപാടികളായിരുന്നു. ഐ വാസ് നോട്ട് ഗ്രേറ്റ്ഫുൾ. എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ചെറിയ കാര്യം കിട്ടിയാലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ വെറുതെ പറയുന്നില്ല. ഞാൻ ഭയങ്കര, എനിക്ക് എല്ലാത്തിനോടും, നമ്മൾ പണ്ട് പറയില്ല, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ കോൺവെൻറ്റിൽ പഠിക്കുമ്പം എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു തരാനുണ്ട്, യു നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ. ദൈവത്തിന് നന്ദി പറയുക, പ്രെയർ ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ. ഞാൻ അങ്ങനെ ഒന്നും ഫോളോ ചെയ്തിരുന്ന ആളല്ല. അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, വീട്ടിൽ വിളക്കത്തിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും താങ്ക് ചെയ്യും. ഞാൻ എപ്പോഴും താങ്ക് ചെയ്യും, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നത് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ്, വെരി യങ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ ടൈം സ്പാൻ ഓഫ് അബൌട്ട് 15 ഇയേഴ്സ് പ്ലസ്. ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിട്ട്, ഒരു മാറ്റമായിട്ട് എന്താണ് നമ്മുടെ കണ്ടിരിക്കുന്നത് ഇൻ ദ ഇൻഡസ്ട്രി ടുഡേ? ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്? എല്ലാം മാറി. കാരണം എനിക്കൊന്ന്, ഞാൻ വന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഈ മാസ് കൈൻഡ് ഓഫ് സിനിമകൾ, കളർഫുൾ കൈൻഡ് ഓഫ് സിനിമകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. കോമഡി എടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. കോമഡി ഒരുപാട് ഉണ്ടായിരുന്നു. അത്ര റിയലിസ്റ്റിക് സിനിമകളല്ലായിരുന്നു. എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ വേൾഡ് സിനിമാസ്, അപ്പാർട്ട് ഫ്രം വേൾഡ് സിനിമാസ്, ഇങ്ങനത്തെ സിനിമകൾ, മലയാള സിനിമകൾ കാണുമ്പോൾ കൂടുതൽ ഈ കളർഫുൾ, റൊമാൻറ്റിക്, അങ്ങനത്തെ മാസ് കൈൻഡ് ഓഫ് സിനിമകളാണ്. ഇപ്പം അത് കംപ്ലീറ്റ്ലി മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിനിമാസ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഒരു ഫേസിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ പെർഫോമൻസസ് റിയലിസ്റ്റിക് ആയി, എല്ലാവരുടെയും വളരെ മിനിമലായി. പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ മേക്കപ്പ് ഇടണം എന്നുള്ളതൊക്കെ അത്യാവശ്യം നിർബന്ധമുള്ള കാര്യമായിരുന്നു. പ്രസൻറ്റബിൾ ആയിരിക്കണം. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റിൽ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 10 to 12 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ 11 ഇയേഴ്സ് ബാക്ക് നന്നായിട്ട് ഒരുങ്ങി, നന്നായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പോകണമെന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. അങ്ങനത്തെ ഒരു ലിമിറ്റേഷനോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നുമില്ല. എല്ലാവരും ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വ്യത്യാസം വന്നു. അതൊക്കെ പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി, ഈവൻ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇഫ് യു പാഷനേറ്റ് അബൌട്ട് സംതിങ്, എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഞാനൊരു നല്ലൊരു ഭയങ്കര അടിപൊളി അഭിനേത്രി ഒന്നുമല്ല. ഞാൻ വളരെ അടിപൊളിയായിട്ടൊന്നും അല്ലായിരിക്കും ചെയ്തേക്കുന്നത് പാസ്റ്റിൽ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ തവണയും പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക. ഈവൻ ഇപ്പോൾ ഒരു വർഷം വർക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒന്നും മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ ഒരു വർഷം വെറുതെ ഇരിക്കാതെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസസ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ആളുകളുടെ പെർഫോമൻസസ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പം സിനിമയിൽ ഒരുപാട് ഇപ്പം കുറച്ചുകൂടി ഈസിയാണ് സിനിമയിൽ. പണ്ട് മറ്റേ ഭയങ്കര ഗ്ലാമറസ് ലുക്ക് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ cinema wants the other person to be very natural and very real.
ഈ മച്ചാന്റെ മാലാഖയിലെ ക്യാരക്ടേഴ്സ് ആക്ച്വലി ക്വയറ്റ് ഒരു urban മില്യൂയിൽ വളർന്ന കുട്ടിയുടെ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടെൽ മി അബൌട്ട് ദ ക്യാരക്ടർ ആൻഡ് വാട്ട് എക്സൈറ്റഡ് യു അബൌട്ട് ദ മൂവി. സൗബിൻ ഓപ്പോസിറ്റ് ആണല്ലേ? സൗബിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ദിലീഷ് ചേട്ടനുണ്ട്, ദിലീഷ് പോത്തൻ, ആ ഒരു ടീമൊക്കെയാണ്. ആ ക്യാരക്ടർ ഇസ് വെരി വെരി നൈസ്, വെരി നൈസ് ഇൻ ദ സെൻസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് എക്സൈറ്റിംഗ് അബൌട്ട് ദ ക്യാരക്ടർ? ഷീ ഈസ് വെരി stubborn. She is very, very, very stubborn and very irritating, annoying. ഞാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എപ്പോഴും ആക്ടേഴ്സിൻ്റെ ഫിസിക്കാലിറ്റിയെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു സർട്ടൻ ലുക്ക് ഓർ സർട്ടൻ അപ്പിയറൻസ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഹാവ് യു ഫേസ് ദോസ് സിറ്റുവേഷൻസ് സമത? ബിക്കോസ് യു ബീങ് പ്രിറ്റി, യു ബീങ് ഇൻ ദ urban സെറ്റപ്പ്, ആ ഒരു സമയത്തെ സിനിമകളല്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന സിനിമകൾ. സോ അവിടെ കുറേ ചാൻസസ് നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് എല്ലാം നാടൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മൈ ഫസ്റ്റ് ഫിലിം ആസ് എ ഹീറോയിൻ പുതിയ തീരങ്ങൾ നാടനാണ്, പുളിപ്പുലികളും ആട്ടിൻകുട്ടിയും നാടനാണ്, എല്ലാം നാടൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവോൾവ് ആവുമല്ലോ. എനിക്ക് കൂടുതൽ എക്സ്പോഷറും ഇതൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ രൂപത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയിൽ എപ്പോഴും പുതിയ ആളുകളെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഒരാൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ പുതിയ ഫേസസ് വരുമ്പോൾ, പുതിയ പുതിയ ഫ്രഷ് ആക്ടേഴ്സ് വരുമ്പോൾ അവരുടെ പെർഫോമൻസസ് കാണാൻ ഓഡിയൻസിനും ഇഷ്ടമാണ്, സിനിമയ്ക്കും ഇഷ്ടമാണ്. പക്ഷേ ആസ് വി ആർ പാഷനേറ്റ് അബൌട്ട് വാട്ട് വി ആർ ഡൂയിങ്, എനിക്ക് സിനിമ അത്രയും ഇഷ്ടമായതുകൊണ്ട് എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, വരുന്നത് വരട്ടെ, നമുക്ക് കയ്യിൽ കിട്ടുന്നത് മാക്സിമം നന്നായിട്ട് ചെയ്യും. അല്ലാതെ ആരെയും വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള മേക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ പുതിയ പുതിയ സിനിമ വരുമ്പോൾ ഐ മീൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ദം. എല്ലാവരും വളരെ നല്ല രീതിയിൽ, വളരെ നല്ല ജോവിയലായിട്ട് സംസാരിക്കുന്നവരാണ് മിക്കവരും. എനിക്ക് അവരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. ഞാൻ വർക്ക് കണ്ടിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു. കാരണം മമ്മൂക്കി എന്തോ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് നമ്മളാവശ്യമില്ലല്ലോ, നമുക്കാണല്ലോ സിനിമേനെ ആവശ്യം. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം സിനിമയെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺലി ചോദിക്കും, അതിന് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ കുറേ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നും, അല്ലെങ്കിൽ അത് ചെയ്യണം തോന്നും. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ വിച്ച് റിയലി ഇൻസ്പയർഡ് യു ടു വർക്ക് ഓൺ യുവർ സെൽഫ് ആൻഡ് ഡു എ ബെറ്റർ ജോബ് ഓഫ് ആക്ടിങ്? ഒരു ക്യാരക്ടേഴ്സ് അല്ല ചേച്ചി, ഇപ്പോഴത്തെ ആക്ടേഴ്സിനെ എല്ലാവരെയും കാണുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഓഫ് ആക്ടേഴ്സ്, ഈവൻ ഞാനും യങ് ജനറേഷൻ എന്നാൽ പോലും ഇപ്പൊ ഒരു 2 വർഷമായിട്ട് വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ 3 വർഷമായിട്ട് വന്നിട്ടുള്ളവർ പോലും ഫസ്റ്റ് ഫിലിം ആണെന്നോ പോലും തോന്നാത്ത രീതിക്കാണ് പെർഫോമൻസസ് വരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരെയും പെർഫോമൻസസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. ഫഹദ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ടൊവിനോൻ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ടൊവിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഇവോൾവ് ആവുന്നുണ്ട് ആസ് എ ബെറ്റർ ആക്ടർ. among youngsters I like Anthony Pepe. He is good. പിന്നെ പെൺകുട്ടികളിൽ കുറേ പേരുണ്ട് ഗേൾസിൽ. ഐ ലൈക്ക് രജിഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിമിഷ ഇസ് നൈസ്, അങ്ങനെ കുറേ, കനി ഇസ് നൈസ്, കുറേ പേര് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇവരെയൊക്കെ പെർഫോമൻസസ് കാണുമ്പോൾ നമ്മൾ നോക്കിയിരുന്ന് പഠിക്കണം. നമ്മൾ ഇപ്പം എനിക്കെല്ലാം അറിയാവുന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ സിനിമയിലും ബിസിനസ്സിലും ഒന്നും ആവില്ല. അപ്പോൾ ബിസിനസ് എത്ര ഇമ്പോർട്ടൻസ്, സിനിമയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്? ഹൗ ഡു യു ബാലൻസ് ദിസ്? ഈക്വലി, ബട്ട് ഐ ഹാവ് പീപ്പിൾ ഫോർ ബിസിനസ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിലും ഇപ്പം സമ്മർ ടൗൺ അച്ഛനാണ് കംപ്ലീറ്റ്ലി നോക്കുന്നത്, മാനേജ് ചെയ്യുന്നത്. ഐ വിൽ ബി ദെയർ, ഐ എം ലേണിംഗ്. കാരണം എനിക്ക് ഇപ്പം നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന പോലെയല്ല ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. ഫുഡ് ബിസിനസ് ഇസ് റിസ്കി. ആരും പറഞ്ഞില്ലേ അത്? അല്ല, അറിയാലോ, ഇവിടെ കൂടെയുള്ളവരൊക്കെ ഈ ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിൽ ബിസിനസ്സിൽ, ഇപ്പം അച്ഛൻ്റെ കസിനൊക്കെ ഓൾറെഡി അവിടെ റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഉള്ളവരാണ്, US-ലുള്ളവരാണ്. അപ്പോൾ അത് റിസ്ക്കിയാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായാലും ആസ് ഓഫ് നൗ പറ്റില്ല. ഞാൻ അങ്ങനെ ഐ എം ലേണിംഗ് ഫോർ അത്. അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് അച്ഛൻ്റെ നിന്ന്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ്ലി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് അച്ഛൻ ഇസ് ദെയർ ഫോർ ദാറ്റ്. പെപ്രിക്ക ഐ ഹാവ് എ പാർട്ട്നർ, മെറിൻ. അപ്പോൾ പുള്ളിക്കാരത്തെയും അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇത് ഈക്വലായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ല എനിക്ക് പറ്റില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. I was thinking about financial freedom for women. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമിത വന്ന ആ ഒരു സമയത്ത് വന്ന പല ഹീറോയിൻസും കല്യാണം കഴിഞ്ഞു, വിട്ടു ഇൻഡസ്ട്രി, കുട്ടികളായി തിരിച്ചു വന്നു, അങ്ങനെ പല ചേഞ്ചസ് നമിത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് കമ്പയറിങ് യു ഇൻ ടേംസ് ഓഫ് ഏജ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ടൈം ദാറ്റ് യു സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ ഹീറോയിൻ. യു ആർ വെരി യങ്. അപ്പോൾ ആ ഒരു ചേഞ്ച് കാണുന്നു. ബട്ട് യു ചോസ് ടു റിമെയിൻ സിംഗിൾ. യു ചോസ് ടു ഡു ബിസിനസ് as opposed to going the family way. And what is it that made you take these decisions? And how do you feel about it today? ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഈ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ മറ്റുള്ളവരുടെ കാണുമ്പോൾ how do you look at it? I feel very happy with whatever I have right now. ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. സത്യം പറയാലോ ചേച്ചി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു 22 വയസ്സിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു. When I was young, നമ്മൾ ഈ സിനിമയൊക്കെ കണ്ട് നമ്മൾ അതൊക്കെ ഫാൻറ്റസൈസ് ചെയ്ത് ഒരു 22 ആകുമ്പോൾ കല്യാണം കഴിക്കണം, സെറ്റിൽ ഡൗൺ ചെയ്യണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ വിചാരിച്ചു 22 ആയപ്പോൾ ഒന്നും ആയിട്ടില്ല, മെൻ്റലി ഒട്ടും പ്രിപ്പയർഡ് അല്ല, ലൈഫിൽ ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 26 ആകുമ്പോൾ കല്യാണം കഴിക്കാം. 26 ആയപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും അല്ല എനിക്ക് ലൈഫിൽ വേണ്ടത്, ഐ ഷുഡ് ഡു മോർ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സിനിമ അല്ലാതെ ഓഫ്കോഴ്സ് ഐ ഡു ഹാവ് എഡ്യൂക്കേഷൻ, അതല്ലാണ്ട് അതുകൊണ്ട് ചെയ്യണം എന്നെനിക്കറിയില്ല. സിനിമ എപ്പോഴും ഉണ്ടാവും, പക്ഷെ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു പ്ലാൻ ബി എന്ന ഒരു രീതിക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. കാരണം എത്ര നാളുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം എക്കണോമി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഫൈനാൻസ്, കാശ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ പ്ലാൻ ബി എന്തായാലും ഒരു ഇതുണ്ടാവണമെന്ന് എനിക്കുണ്ടായി. അങ്ങനെയാണ് ബിസിനസ്സിനെ പറ്റി ആലോചിച്ചത്, എന്ത് തുടങ്ങാമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും തുടങ്ങാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണ് ഐഡിയ? ഞാൻ അങ്ങനെ പല ഐഡിയ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു കൺക്ലൂഡ് ചെയ്തു ഒരു റെസ്റ്റോ കാഫേ തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പലരും ഷെഫാണ്, ലൈക്ക് അവരെല്ലാം ഈ പ്രൊഫഷൻ, കുക്കിംഗ് പ്രൊഫഷനാണ് മിക്കവരും. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, സന്തോഷങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. സമ്മർ ടൗൺ ഹാപ്പൻഡ് ആൻഡ് ഐ വാസ് ഓൾവേസ് പാഷനേറ്റ് അബൌട്ട് ഫാഷൻ. അങ്ങനെ പെപ്രിക്ക ഉണ്ടായി. ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിപ്പം എല്ലാ പെൺകുട്ടികളും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ എക്കണോമിയുടെ കാര്യത്തിലും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതൊന്നും ഇൻറ്റൻഷനലി എടുത്ത തീരുമാനങ്ങളല്ല. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു റൈറ്റ് പേഴ്സണെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പ്രഷറും ഇല്ല. എനിക്ക് എപ്പോൾ ഒരു വൈഫാകാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം എന്ന് തോന്നുന്നോ അപ്പം മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇറ്റ്സ് ഓക്കെ ഈവൻ ഇഫ് ഐ എം 35 or 40, ഇറ്റ്സ് ഫൈൻ. You talked about emotional independence. എന്താണ് ഫോർ യു ഇമോഷണൽ ഇൻഡിപെൻഡൻസ്? ബിക്കോസ് പലപ്പോഴും ആൾക്കാർ എല്ലാവരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് സംസാരിക്കും, പക്ഷേ ഇമോഷണൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്പേസസ് ഉണ്ട്. ഈവൻ മൈ സിസ്റ്റർ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ല. ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആളുകളെ നഷ്ടമാവുന്നതാണ്. ബട്ട് ഐവ് ഗോട്ട് മെനി ന്യൂ പീപ്പിൾ ഇൻ മൈ ലൈഫ്. അച്ഛനും അമ്മയും ഈ പുറത്തുനിന്ന് വഴക്കിട്ടോ ഒരു ആർഗ്യുമെൻ്റോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അത് ആ ക്ലോസ് ഡോസിനകത്ത് അവർ തീർക്കും. പിള്ളേരുടെ മുന്നിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരില്ല. ഇപ്പം ഞാൻ വളരുന്ന സാഹചര്യം വേറെ ആയിരിക്കും, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളർന്നിട്ടുള്ള സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവറായിട്ട് ചിന്തിച്ച് കുളമാക്കി നമ്മൾ നേരത്തെ ആഗ്രഹിക്കുന്ന പീസിന് വരെ നശിപ്പിക്കും. ഒട്ടും നല്ല ക്വാളിറ്റി അല്ല. എൻ്റെ ഏറ്റവും മോശം ക്വാളിറ്റിയാണ് ഓവർ തിങ്കിങ്.